ജയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് തൊലി കളഞ്ഞ മാമ്പഴാണ്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകളാണ് മുളക് പൊടി, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി, ശർക്കര, ഒരു വലിയ നാളികേരം, കുറച്ച് ജീരകം, കുറച്ച് കറിവേപ്പില. ഇത് നന്നായി അരയ്ക്കണം. നാളികേരം, തൈര്, നെയ്യിട്ട് വറവിടുക. ഉലുവയും കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും വറവിടാൻ. ചട്ടി എടുപ്പത്ത് വെച്ചു. ചട്ടിയിലേക്ക് മാങ്ങ ഇട്ടെടുത്തു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടെടുക്കണേ. അടച്ച് ആവി വേവട്ടെ. ഇപ്പൊ വെന്തിട്ടോ, മാങ്ങ നന്നായി വെന്ത് വെള്ളം വറ്റി. ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. ശർക്കരപ്പാനി ആയിട്ട് ഒഴിച്ചു കൊടുക്കണേ. നല്ലോണം ഇളക്കി കുറുക്കി വരണത് പറ്റി. ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കണേ. നല്ലോണം അരച്ച നാളികേരം ഇതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് അരച്ച നാളികേരം, നല്ല ജീരകവും നാളികേരം അരച്ചത് എന്നിട്ട് കുറുക്കിയെടുക്കണത്. നെയ്യ് ഒഴിച്ചിട്ട് വറവിടണേ. 2 സ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിക്കാൻ പോണേ. ഇതിലേക്ക് ഉലുവ, കടുക്, ചുവന്ന മുളക് മുറിച്ചത്, കറിവേപ്പില ഇട്ടിട്ടാണ് വറവിടുന്നത്. ഉലുവ ഇട്ടു. ഉലുവ ചുവപ്പ് കളറായിട്ട് കടുക് ഇട്ടു, ചുവന്നമുളക് ഇട്ട്, കറിവേപ്പില. ഇത് വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കട്ടോ. ഞാൻ നെയ്യാണ് ഉപയോഗിച്ചത്. നെയ്യാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് റെഡിയായി. നെയ്യിൽ തന്നെ കടുക്, ഉലുവ, കറിവേപ്പില, ചുവന്ന മുളക് ഒക്കെ വറവിട്ടു.